ഇനി ടെക്സ്റ്റ് ബുക്കിലെ 5ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമുക്കൊരു ത്രികോണം തന്നിട്ട് ഈ ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചെയ്ത പോലെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. നേരെ ഈ ത്രികോണം 2 മട്ട ത്രികോണമാക്കുക, എന്നിട്ട് നമ്മുടെ ഇക്വേഷൻസ് കൊടുത്ത് ആനുപാതികങ്ങൾ കൊടുത്ത് അതിൻ്റെ ഓരോ വശങ്ങൾ കണ്ടുപിടിക്കുക, പിന്നെ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനായ ഹാഫ് BH കൊടുക്കുക. ഇത്രയും ചെയ്യാനുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ 2 മട്ട ത്രികോണങ്ങൾ കിട്ടും അല്ലേ. ഒന്നാമത്തെ മട്ട ത്രികോണം 45, 45, 90. രണ്ടാമത്തത് 90, 60, 30 അല്ലേ. ഇവ തമ്മിലുള്ള വശങ്ങളുടെ അനുപാതം നമുക്ക് ഇവിടെ നമുക്ക് ഓൾറെഡി അറിയാം. 45, 45, 90 ആണെങ്കിൽ 1:1:√2 ആണ്. അതേപോലെ തന്നെ 60, 30, 90 ആണെങ്കിൽ അങ്ങനെയുള്ള ത്രികോണത്തിന്റെ വശങ്ങളുടെ അംശബന്ധം എന്ന് പറയുന്നത് 1:√3:2 ആണ് എന്ന് നമുക്കറിയാം അല്ലേ. ഇനി നമുക്ക് അതിന്റെ ഓരോ വാല്യൂകൾ കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ 90-ന് എതിരെയുള്ള വശം ഒരു വശവും തന്നിട്ടില്ല അല്ലേ. അപ്പം നമ്മൾ ചെറുതായിട്ട് കുടുങ്ങിയല്ലോ. ഈ ഒരു വശം ഏതെങ്കിലും ഒരു വശം കിട്ടിയാലേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് 4cm എന്ന് പറയുന്ന ഒരൊറ്റ വശമാണ് അല്ലേ. അതെന്ന് പറയുന്നത് നമുക്ക് അപ്പോൾ ചെയ്യാൻ ചെറിയൊരു പ്രശ്നം അല്ലേ. ഇവിടെ 4cm എന്ന് പറയുന്നത് ഈ ഒരു ഒറ്റ നീളത്തെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് ഈ ഒരു വശമായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു വശമായിട്ടോ തന്നാൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു വശം തരണം. അതിന് പകരം നമുക്ക് തന്നിട്ടുള്ളത് ഈ ഒരു വശം മുഴുവനും 4 സെൻറ്റിമീറ്റർ ആണ് എന്നാണ് തന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് ആദ്യം ത്രികോണത്തിനൊരു ABCD എന്ന് കൊടുക്കാം. ABCD ഇങ്ങനെ കൊടുത്തു. ഇനി ഇവിടെ 4 സെൻറ്റിമീറ്റർ ആണല്ലോ BC എന്ന് പറയുന്ന ഒരു നീളത്തിൻ്റെ നീളം മൊത്തം എടുത്താൽ അത് 4 സെൻറ്റിമീറ്റർ ആണ്, 4 സെൻറ്റിമീറ്റർ ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തിൻ്റെ നീളം നമുക്ക് X ആയിട്ട് എടുക്കാം. DC എന്ന് പറയുന്ന അത്രയും ഒരു നീളം X എന്ന് നമ്മൾ എടുക്കുകയാണ്. BC X ആണെങ്കിൽ BD എന്ന് പറയുന്നത് എത്രയായിരിക്കും? അത് ഈ മൊത്തം അളവിൽ നിന്നും ഈ ഒരു X കുറച്ചതായിരിക്കും അല്ലേ. അപ്പോൾ ഈ മൊത്തം അളവ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 4-ൽ നിന്നും X കുറച്ചതാണ് ഈ BD എന്ന് പറയുന്നത്. അപ്പം BD എന്ന് പറയുന്നത് 4 - X. DC X എടുത്തു. അപ്പോൾ BD എന്ന് പറയുന്നത് 4 - X ആയി. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ പ്രകാരം അനുപാതം പ്രകാരം നമുക്ക് ഈ വശങ്ങളുടെ നീളം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ 2 വശങ്ങൾ കിട്ടിയിട്ടുണ്ട് അല്ലേ. വശങ്ങളുടെ നീളം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി 2 വശങ്ങൾ കണ്ടുപിടിക്കണം. നമുക്ക് മെയിനായിട്ട് കണ്ടുപിടിക്കേണ്ടത് AD ആണ്. എന്നാൽ മാത്രമേ ഹാഫ് BH കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഹൈറ്റ് കിട്ടണം. ഇവിടെ 4 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഹൈറ്റ് ആണ്. അപ്പോൾ ഈ AD ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഓരോ വശങ്ങളും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. ഇവിടെ 45 ഡിഗ്രിക്കും എതിരെയുള്ള വശം എന്ന് പറയുന്നത് 4 - X ആണ്. അപ്പോൾ ഈ 45 ഡിഗ്രിക്ക് എതിരെയുള്ള ഈ വശം എന്ന് പറയുന്നതും എത്രയായിരിക്കും? 4 - X ആയിരിക്കും അല്ലേ. കാരണം 45, 45, 90 ഉള്ളതിന് വശങ്ങളുടെ അനുപാതം എന്ന് പറയുന്നത് 1:1:√2 ആണ്. ഇവിടെ 4x ആണെങ്കിൽ ഇവിടെ 4 - X, ഇവിടെ 4 - X ആണ്, ഇവിടെ 4 - X ആയിരിക്കും അല്ലേ. അപ്പം ഒരു വശം നമുക്ക് കിട്ടി. ഇനി ഈ ഒരു ത്രികോണം എടുക്കാം. ACD എന്ന് പറയുന്ന ആ ഒരു ത്രികോണം എടുക്കുമ്പോൾ ആ ഒരു ത്രികോണത്തിൽ ഇവിടെ 30 ഡിഗ്രിക്ക് എതിരെയുള്ള കോൺ എന്ന് പറയുന്നത് X ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 60 ഡിഗ്രിക്ക് എതിരെയുള്ള കോൺ എത്രയായിരിക്കും? ഇവിടെ X ആണെങ്കിൽ √3x ആയിരിക്കും ഈ ഒരു വശത്തിന്റെ അളവ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു വശത്തിന്റെ അളവ് എന്ന് പറയുന്നത് √3x. ഈ ഒരു വശത്തിന്റെ അളവും നമുക്ക് കിട്ടി, ഈ ഒരു വശത്തിന്റെ അളവും നമുക്ക് കിട്ടി. ഇനി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുമോ? നമുക്ക് AD-യുടെ നീളം കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല അല്ലേ. AD എന്ന് പറയുന്നത് ഒരു നീളം, ഈ AD എന്ന് പറയുന്ന നീളം √3x ആണെന്ന് ഇവിടുന്ന് നമുക്ക് കിട്ടി. അതേപോലെ ഇവിടുന്ന് 4 - X ആണെന്നും കിട്ടി. ഇതൊരൊറ്റ നീളമാണ് അല്ലേ. ഈ നീളത്തിന് ഒരു മാറ്റവും ഇല്ല, സെയിം നീളമാണ്. അപ്പം ഈ അളവുകൾ തമ്മിൽ തുല്യമായിരിക്കും അല്ലേ. ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. √3x = 4 - X ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. മനസ്സിലായോ? കാരണം AD എന്ന് പറയുന്നത് അത് മാറ്റമില്ല, വിലയ്ക്ക് ഒരു മാറ്റമില്ല. ആ വില അവിടെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ 2 ആൻസറാണ് കിട്ടിയത്. √3x-ഉം 4 - X-ഉമാണ് കിട്ടിയത്. അപ്പം AD-ക്ക് മാറ്റമില്ലാത്തതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഈക്വൽ ആണ്. ഈ 2 സംഖ്യകൾ ഈക്വൽ ആണ്. അതാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് X-ന്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി അല്ലേ. ഇനി ഇതിൽ നിന്ന് നമ്മൾ X-ന്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ -X-നെ ഈ √3x-ന്റെ അടുത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ എന്താവും? √3x ഈ -x ഇങ്ങോട്ട് വരുമ്പോൾ +x ആയി അല്ലേ, =4 ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് ഇതിൽ നിന്നും X-നെ പുറത്തേക്ക് എടുക്കാം. അപ്പം X × ഇവിടുത്തെ √3, അതേപോലെ ഇവിടുന്ന് ഒരു X അല്ലേ. അപ്പോൾ +1 =
4 എന്ന് നമുക്ക് കിട്ടും. ഈ ഇക്വേഷനിൽ നിന്ന് എക്സിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു. ഇനി ഈ എക്സിനെ മാത്രം, ഈ എക്സിന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് അല്ലേ. അപ്പോൾ എക്സിനെ ഇവിടെ നിർത്തി എക്സ് ഈക്വൽ ടു 4 ഇവിടെ ഇൻറ്റു ആയിരുന്നു അല്ലേ, ഗുണിക്കണം എന്നായിരുന്നു, എക്സ് ഇൻറ്റു എന്നായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ 4 ഡിവൈഡഡ് ബൈ, സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ 4 ഡിവൈഡഡ് ബൈ √3 പ്ലസ് 1 എന്ന് നമുക്ക് കിട്ടി. ഈ എക്സ് 4 ഡിവൈഡഡ് ബൈ √3 പ്ലസ് 1 എന്ന് നമുക്ക് കിട്ടി. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ നമ്മൾ എക്സിൻ്റെ വാല്യൂ കിട്ടി അല്ലേ. നമുക്ക് എക്സ് അല്ല കണ്ടുപിടിക്കേണ്ടത്, എ ഡി എന്ന് പറയുന്ന നീളമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇതിൽ നിന്നും ഈ എ ഡിക്ക് കൊടുത്തിരിക്കുന്ന വാല്യൂവിൽ എക്സിൻ്റെ വില കൊടുക്കുക. അപ്പം നമുക്ക് കിട്ടുക എ ഡി ഈസ് ഈക്വൽ ടു √3x അല്ലേ. അപ്പോൾ √3 ഇൻറ്റു 4 ഡിവൈഡ് ബൈ √3 പ്ലസ് 1, 4 ബൈ √3 പ്ലസ് 1 ഇങ്ങനെ കിട്ടി. ഇനി 4√3 ഡിവൈഡ് ബൈ √3 പ്ലസ് 1 ഇങ്ങനെ നമുക്ക് കിട്ടി. നമുക്ക് ഈ √3യുടെ വാല്യൂ നേരിട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ √2 ഒക്കെ വന്നപ്പോൾ √2 മുകളിൽ ഗുണിക്കുക, ഇവിടെയും ഗുണിക്കുക, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതായിരിക്കും ഒന്നും കൂടി എളുപ്പം തോന്നുന്നു. അപ്പം ഇവിടെ √3 പ്ലസ് 1 ആണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് നമ്മൾ ചെയ്യുമ്പോൾ 4√3 പ്ലസ് √3 പ്ലസ് 1, ഈ √3 കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ √3 പ്ലസ്, ഇവിടെ ഒരു സംഖ്യ കൂടി ഉണ്ട് അല്ലേ. അപ്പോൾ √3 പ്ലസ് 1 ആണ്. ഇവിടെ നമ്മൾ എഴുതുമ്പോൾ √3 മൈനസ് 1 ആയിരിക്കും. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആയിരിക്കും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. √3 മൈനസ് 1 ഡിവൈഡഡ് ബൈ √3 മൈനസ് 1, ഇങ്ങനെയാണ് നമ്മൾ ഈ √3 പ്ലസ് 1 കളയുന്നത്. ഇവിടെ ഓർക്കുക, ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആയിരിക്കും. ഇനി ഇത് ചെയ്ത് നോക്കുക. ഇവിടെ √3യും √3യും 3 ആയി, 4 × 3 12 മൈനസ് 4√3 അല്ലേ. ഈ 4√3നെ അങ്ങോട്ട് ഗുണിക്കുമ്പോൾ മൈനസ് 4√3. ഇനി ഡിവിഷൻ ശ്രദ്ധിച്ച് ചെയ്യണേ, നമുക്ക് മാറിപ്പോ, ഇവിടെയാണ് കണക്ക് തെറ്റുപറ്റാനുള്ള ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. ഇത് a+b ഇൻറ്റു a-b എന്ന രൂപത്തിലാണ് ചെയ്യേണ്ടത്. അപ്പം √3 ഇൻറ്റു √3 എത്ര കിട്ടും? 3 കിട്ടി അല്ലേ. പ്ലസ് 1 ഇൻറ്റു മൈനസ് 1 ഇങ്ങനെ കിട്ടി. ഇനി ഇത് ചെയ്ത് വരുമ്പോൾ 6 മൈനസ് 2√3 എന്ന് നമുക്ക് കിട്ടും അല്ലേ. ഈ 2 ഇവിടെ മുകളിൽ 2 ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഈ √3യുടെ വാല്യൂ 1.732 എന്നത് നമ്മൾ നേരെ കണ്ടുപിടിച്ചു. അത് നമ്മൾ ഇവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ √3യുടെ വാല്യൂ നമ്മൾ കൊടുക്കുക. √3 × 2 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6 മൈനസ് 3.464 എന്ന് കിട്ടും. ഇനി നമുക്കത് മൈനസ് ചെയ്ത് നോക്കാം. മൈനസ് 3.464 എത്ര കിട്ടും? 6, 3, 5. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ 2.536 എന്ന് കിട്ടി. ഇനി നമുക്ക് രണ്ട് ഇതിൻ്റെ ആവശ്യം മാത്രം, പോയിന്റ് കഴിഞ്ഞിട്ട് 2 സംഖ്യയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 6 ആയതുകൊണ്ട് ഇവിടെ നമുക്ക് ഈ 6നെ ഒഴിവാക്കാം. അതിന് പകരം ഈ 3യുടെ കൂടെ 1 ആഡ് ചെയ്യുക. അപ്പോൾ 5 എന്നുള്ളത് 5 ആക്കും, 6നെ നമ്മൾ ഒഴിവാക്കും. അപ്പം AD നമ്മൾ കണ്ടുപിടിച്ചത്, ഇത്ര നേരം കണ്ടുപിടിച്ചത് AD ആണ്. AD ഈസ് ഈക്വൽ ടു 2.54 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ AD 2.54 എന്ന് നമുക്ക് കിട്ടി. AD ആണോ കണ്ടുപിടിക്കേണ്ടത്? അല്ല, നമ്മൾക്ക് കണ്ടുപിടിക്കാനുള്ളത് പരപ്പളവാണ് അല്ലേ. അതിൻ്റെ ഹാഫ് BH കൊടുക്കണം അല്ലേ. ഇവിടെ ഓൾറെഡി നമുക്ക് 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1.5 ഇൻറ്റു 4 ഇൻറ്റു നമുക്ക് കണ്ടുപിടിച്ച സംഖ്യ 2.54 എന്ന് നമുക്ക് കിട്ടി. ഇനി ഈ 2ഉം കൂടി ക്യാൻസലാക്കി, 2 ഇൻറ്റു ഈ 4ൻ്റെ 2ഉം കൂടി ക്യാൻസലാക്കി 2 ഇൻറ്റു 2.54 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ചെയ്തു വരുമ്പോൾ 5.08 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇത് ശ്രദ്ധിച്ച് ചെയ്യുക, കാരണം സംഖ്യകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ചെയ്തത് എത്രയാണ്? ട്രയാങ്കിളിനെ 2 ആക്കി തിരിച്ചു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ പ്രകാരമുള്ള 2 ട്രയാങ്കിൾ കിട്ടി. ആ വശങ്ങൾക്ക് ഒരു 4 സെൻറ്റിമീറ്റർ ആണ് തന്നത്, ഒരു വശമായിട്ട് തന്നിട്ടില്ല. അതിന് പകരം എക്സ് എന്ന് കൊടുത്തു. അതിനുശേഷം ഈ 2 AD എന്ന് പറയുന്ന വശം തുല്യമായതുകൊണ്ട് തന്നെ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് എക്സിൻ്റെ വില കണ്ടുപിടിച്ചു. ഈ എക്സിൻ്റെ വില ഇതിലേതെങ്കിലും ഒരു ഇക്വേഷൻ കൊടുത്താൽ നമുക്ക് AD കിട്ടും അല്ലേ. ഇവിടെ കൊടുക്കുക അല്ലെങ്കിൽ ഇവിടെ കൊടുക്കുക. നമ്മൾ √3x ഇൻറ്റു എക്സിൽ ഈ എക്സിൻ്റെ വില കൊടുത്തു. അതാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. √3 ഇൻറ്റു എക്സിൽ കൊടുത്തു. അപ്പോൾ എക്സിൻ്റെ വില എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ആ എക്സിൻ്റെ വില എന്ന് പറയുന്നത് ഈ AD ഈക്വൽ ടു
2.54 എന്ന് നമുക്ക് കിട്ടി. അപ്പം ഇവിടെ 2 വശങ്ങൾ കിട്ടി. അത് നമ്മൾ ഹാഫ് BHൽ ഇക്വേഷൻ കൊടുത്തു. നമുക്ക് ആൻസറായിട്ട് 5.08 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാനായിട്ട് പരിശ്രമിക്കുക. ഒന്ന് ശ്രദ്ധിച്ച് ഒന്നുകൂടി ഒരു 2-3 പ്രാവശ്യമൊക്കെ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് കോംപ്ലിക്കേറ്റ്, ഇവിടെ നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റ് ആയിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം. എങ്കിലും സിമ്പിൾ ക്വസ്റ്റ്യനും ആൻസറുമാണ്. 1-2 പ്രാവശ്യം ചെയ്തു നോക്കുക. പിന്നെ നമ്മുടെ തൊട്ടു മുമ്പുള്ള വീഡിയോകൾ വളരെ ചെറിയ ചെറിയ വീഡിയോകളായിട്ടാണ് വീഡിയോകൾ ഇട്ടിട്ടുള്ളത്. തൊട്ടു മുമ്പുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിൻ്റെ പേജിൽ ചെല്ലുകയാണെങ്കിൽ ഓരോ വീഡിയോ കാണാനായിട്ട് സാധിക്കും.